ഞാനും ആദ്യമായിട്ടാ തിന്നണ എന്ത് പച്ചക്കശുവള്ളിയുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഇന്നലെ രാത്രി മാമൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 2 ആടിൻ്റെ കുട്ടികൾ ആട് പ്രസവിച്ചിട്ടുണ്ട്. ഓരോ ആടിനും ഓരോ കുട്ടീസാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ആൻറ്റി ഈ ആടുംകുട്ടികളുണ്ടായതിന് ശേഷം എന്നും അതിൻ്റെ ബാക്കിൽ തന്നെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ നേരത്തെ തീച്ചിട്ടുണ്ട്. പിന്നെ സച്ചിത അവിടെ ആടിന് വേണ്ട അമ്മച്ചനും കേട്ടോ, സച്ചും അമ്മച്ചനും കൂടി ആടിന് വേണ്ട പ്ലാവിൻ്റെ എല്ലാം ഒരുക്കാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള. അടച്ചാളാ നിന്റെ പേരെന്താ പറഞ്ഞെടുത്താ? നിന്റെ കുട്ടൂസ്. അതിനോട് വെച്ചാ കുട്ടൂസ്. അടുക്കളയിലാവാൻ പോയേക്കാം. അമ്മമ്മ ദാ രാവിലെ തന്നെ തിരുമ്പലിലും കുളിയിലൊക്കെയാണ് കേട്ടോ. അമ്മായിമാരുടെ സ്ഥലമുണ്ട് ഈ സ്ഥലത്തിൻ്റെ കുറച്ച് അപ്പുറത്ത് പറമ്പില്. അപ്പോൾ അവിടേക്കൊന്ന് പോയി നോക്കുകയാണ്. അവിടെ പറങ്കി മാങ്ങുണ്ട്, പറിക്കാന്ന് വിചാരിച്ചിട്ട് പോവാണ്. ഇവിടെ പാൻവി മാത്രമേ ഉള്ളൂ. ചെറിയ മാമിയും കുട്ടികളൊക്കെ മാമീൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്. പിന്നെ അല്ലു ഓൻ്റെ മാമൻ്റെ വീട്ടിലേക്കും പോയിട്ടുണ്ട്. ഇവിടെ ആദ്യം റോഡൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ കുറച്ചായിട്ടുള്ള റോഡൊക്കെ എടുത്തിട്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ചരലാണ് നിരങ്ങി വീഴും. അപ്പോൾ ഇവിടെ ഈ പറങ്കാവ് മുറിച്ചിട്ട് ഇങ്ങനെ കുറേ പറങ്കാവ് കെട്ടിയിട്ടുണ്ട്. വിറകിന് വേണ്ടിയിട്ട് ഇവിടുത്തെ പറങ്കാവൊക്കെ മുറിക്കുകയാണ്. അപ്പോൾ പച്ച കശുവണ്ടി എടുക്കാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ വന്നതാണ്. നല്ല വെയിലാണ് ഇവിടെ നിൽക്കുമ്പോൾ. അതുകൊണ്ട് അധികം നേരം നിൽക്കാനൊന്നും കഴിയില്ല, നല്ല ചൂടല്ലേ. ഞങ്ങളൊപ്പത്തിനൊപ്പം ആൻവിയും പേർക്കുണ്ട് കേട്ടോ. ഞങ്ങൾ പറഞ്ഞ കേൾക്കാതെ ഓള് പോകുന്നതാണ്. ഈ പറമ്പ് നിറയെ കശുവണ്ടി കാടായിരുന്നു. ഇപ്പം അതൊക്കെ പോയി. ഒക്കെ ഇതാ വിറകിൻ്റെ ആവശ്യത്തിനൊക്കെ മുറിച്ച് ഇപ്പോൾ ഇവിടെ കാലി പറമ്പായിട്ടുണ്ട്. അങ്ങനെ ഇതാ ഞങ്ങൾ തിരിച്ചു പോരുകയാണ്. ഞങ്ങൾ ഈ മാങ്ങ ഇതെന്തേ പറഞ്ഞാങ്ങ പറിച്ചിട്ടുണ്ട് കേട്ടാ. ഞാൻ പറയാം. അവിടെ ഇനിയും ഉണ്ട്. ഞങ്ങൾക്കിപ്പോ ഇത്ര പറഞ്ഞ് ഈ പച്ച കശുവണ്ടീനോണ്ട് കറി ഉണ്ടാക്കും എന്നുള്ളത്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ഇനി കഴിച്ചു നോക്കണം. ടേസ്റ്റ് ഉണ്ടാവോ അറിയില്ല. എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഇനി അമ്മമ്മ ഞാനും ആദ്യമായിട്ടാ തിന്നണ എന്ത് പറഞ്ഞ മാമ. അപ്പൊ ഗൈസ് അതാണ് കേട്ടോ മാമന്റെ വീട്. വലിയ മാമന്റെ വീട് അതാണ്. എന്റെ വീട് അതാ അങ്ങോട്ടേ ഗൈസ്. അപ്പൊ ഞങ്ങള് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി എന്റെ വീട് ശരിയാണ്. ശരി അമ്മച്ച ഉച്ചക്കത്ത് വേണ്ട കറിക്ക് ഞണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അമ്മ അത് നന്നാക്കാണ് കേട്ടോ. ഇതായി പച്ചണ്ടിയൊക്കെ ഒന്ന് ഇതിന്റെ പരിപ്പൊന്ന് വേർതിരിച്ചെടുക്കുകയാണ്. കയ്യില് പൊള്ളുന്ന് വിചാരിച്ച് കറായി പൊള്ളുന്ന് വിചാരിച്ചിട്ട് ഞാൻ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇനി പരിപ്പെടുത്ത് വറുത്തരച്ച് കറി വെക്കാന്ന് അമ്മ പറഞ്ഞു. ഈ പരിപ്പ് കൊണ്ട് ജ്യൂസ് അടിക്കാന്ന് അച്ഛനും. ഇതിൽ ഏത് നടക്കുമെന്ന് എനിക്കറിയില്ല. കാരണം ഇത് രണ്ടിനും കൂടെ ഉള്ള മുതലില്ല. അതിൽ കുറേ കുരുന്നണ്ടികളും ഇവർ പറിച്ചിട്ടുണ്ട്. അത് ചിലതൊന്നും ഉള്ളിൽ പരിപ്പില്ല. അതുകൊണ്ട് ഇത് രണ്ടിനും കൂടെ തികയലുണ്ടാവില്ല. ഞാനെൻ്റെ ചെറുപ്പത്തിലൊക്കെയാണ് ഇങ്ങനെ കശുവണ്ടി കൊണ്ട് പച്ച കശുവണ്ടി കൊണ്ട് കറിയൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുള്ളത്. അതെനിക്ക് വലിയ ഓർമ്മയൊന്നുമില്ല. കറിവേപ്പിലയും ഒരു 3 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് വറുത്തെടുക്കാം. ഇനി ഈ തേങ്ങ ആദ്യം ഒന്ന് വറുത്തെടുക്കാം.
ഈ ഒരു പരിവായാൽ മതി. ഇപ്പോൾ പാകമായിട്ടുണ്ട്. ഇനി കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചെടുക്കുക ആദ്യം. പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്, സവാള അല്ല. ചെറിയ ഉള്ളി ആകുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. അതൊക്കെ നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം ചെറിയൊരു തക്കാളിയും ചേർത്ത് കൊടുക്കാം. ഇവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും അതുപോലെ മഞ്ഞൾ, കുറച്ച് ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കശുവണ്ടി ചേർത്ത് കൊടുക്കാം. കശുവണ്ടി നേരത്തെ തൊലി കളഞ്ഞെടുത്തതിന് ശേഷം ചുടുവെള്ളത്തിലിട്ട് നന്നായി കഴുകിയെടുത്തതാണ്. അതിൻ്റെ ചൊനയൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. കശുവണ്ടി അത്ര വലിയ കശുവണ്ടിയൊന്നും ആയിട്ടില്ല. പിന്നെ ഇത് മുഴുവൻ എടുത്തത് എന്താണെന്ന് വെച്ചാൽ ഇനി ഇങ്ങനെ ഈ പറങ്കിമാവൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്കൊന്നും ഇതുപോലെയുള്ള കറികളൊന്നും ചിലപ്പോൾ കൂട്ടാൻ കഴിഞ്ഞോളണമെന്നില്ല. ഇനി നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. നല്ലപോലെ തിളയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വറുത്തെടുത്ത തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ ചേർക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് കറിക്ക്. അങ്ങനെ ഇതാ പച്ചക്കശുവണ്ടിയുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞങ്ങളിതാ അണ്ടിക്കറി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ആ കറി വെച്ച് ചോറ് കഴിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഒന്ന് തിന്നോക്കട്ടെ. ചിക്കൻ കറിന്റെ ടേസ്റ്റ് ആണ്. പപ്പടും ഈ കറിയും കൂടി കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ എന്താ പയർപ്പേര് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇതിന്റെ കൂടെ. അങ്ങനെ നെണ്ടുകറി ഉണ്ട്. പക്ഷെ നെണ്ടുകറി കുറെ കഴിച്ചതാണ്. ഞങ്ങളെ കൂട്ടാത്തതാ ഈ കശുവണ്ടിക്കറി. ആദ്യമായിട്ട് ഞങ്ങള് ഉണ്ടാക്കി വെക്കല്ലേ, അപ്പൊ ഇതൊന്ന് കഴിച്ചു വെക്കാന്ന് വിചാരിച്ചു. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ അമ്മമ്മേൻ്റെ അമ്മ വന്നിട്ടുണ്ട്. ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അമ്മമ്മ വന്നതാണ്. അമ്മച്ചൻ ഗേറ്റ് തുറക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ അമ്മമ്മ അവിടെ ഇറങ്ങിട്ടോ. അമ്മമ്മയ്ക്ക് ഒരു തോന്നലാണ്, അമ്മമ്മേനെ വെച്ച് വണ്ടി കയറ്റം വലിക്കില്ല എന്നുള്ള തോന്നലാണ്. വൈകുന്നേരം ആയപ്പോൾ ഞാനും ലച്ചു അമ്മച്ചനും കൂടി ആടിനെ കയറ്റാൻ വേണ്ടി പോയിട്ടോ. പിന്നെ കുറേ സമയം ഞങ്ങൾ ആടിനെ കയറ്റിയതിന് ശേഷമാണ് വന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ.